പ്രഭാഷകൻ 46 അധ്യായം. ജോഷ്വയും കാലെബും. നൂനിന്റെ പുത്രൻ ജോഷ്വ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു! അവനു മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്നു മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്തകർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നെയുടെ പുത്രൻ കാലെബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്നു പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പു നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലെബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ന്യായാധിപന്മാർ. സാമുവൽ. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ, കർത്താവിൽ നിന്നു പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്നു തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കൾ എല്ലാവശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടൈരിലെ ജനനേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു. ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു.